അവളുടെ സന്തുലിതാവസ്ഥ തകർന്നു. ഭാരത്തോടെ അവൾ സ്വയം വിറച്ചു. ഓ മഹാപ്രഭു, പ്രഭു, ജനങ്ങളുടെ മരണമില്ലായ്മയും നിരന്തര ജനനവും കൊണ്ട് എന്റെ ഭാരം സഹിക്കാൻ എനിക്കാവുന്നില്ല. എന്നെ രക്ഷിക്കണമേ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഇന്നത്തെ വീഡിയോയുടെ പ്രതിപാദ്യം ഓണത്തിന്റെ ഐതിഹ്യവും ചരിത്രവും തന്നെയാണ്. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ആർദ്രമായ സ്വാഗതം. ആ കാലങ്ങളിൽ എല്ലാവരും സമത്വത്തോടും സമൃദ്ധിയോടും കൂടി ജീവിച്ചു. മഹാഭാരതമനുസരിച്ച് ഭൂമിയിൽ നീതിമാനും സദ്ഗുണസമ്പന്നനുമായ ഒരു രാജാവുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ആ രാജാവ് അസുരവർഗത്തിൽപ്പെട്ടയാളായിരുന്നു മഹാബലി. ആ ഭരണത്തിൽ രാജ്യമെങ്ങും സമ്പദ് സമൃദ്ധിയിൽ വിളങ്ങി. മരണം എന്നത് അവർക്ക് അജ്ഞാതമായ വിഷയം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ബാലമരണങ്ങൾ. അത് എവിടെയും കേൾക്കാനുണ്ടായിരുന്നില്ല. കള്ളത്തരങ്ങൾ, അസത്യം പറയുക, പരസ്പര വിദ്വേഷം, ഇതൊന്നും തന്നെ നിലനിന്നിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഭാരം വർദ്ധിച്ചു. ഭൂമിക്ക് അതിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സാധിക്കാത്ത സ്ഥിതിയായി. തലമുറകൾക്കപ്പുറം ജീവിച്ചു. പക്ഷേ ജീവന്റെ ആ ഭാരം ഭൂമിദേവിയുടെ ഹൃദയം തന്നെ വിങ്ങിച്ചു. അവളുടെ സന്തുലിതാവസ്ഥ തകർന്നു. ഭാരത്തോടെ അവൾ സ്വയം വിറച്ചു. ഓ മഹാപ്രഭു, ജനങ്ങളുടെ മരണമില്ലായ്മയും അവൾ ദുഃഖത്തോടെ ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ ദേവന്മാരോട് അപേക്ഷിച്ചു. ഇതിനിടയിൽ മഹാബലിയുടെ ഭരണത്തിൽ ഇന്ദ്രനുൾപ്പെടെയുള്ള ദേവന്മാർക്ക് അസൂയയും ഭയവും ഉണ്ടായി. മഹാബലിക്കാകട്ടെ സ്വന്തം ഭരണത്തിന്റെ മഹത്വത്തിൽ അഹങ്കാരവും ഉണ്ടായി. കശ്യപന് 2 ഭാര്യമാരുണ്ടായിരുന്നു. അദിതി, ദിതി എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ. ഇതിൽ അദിതിയുടെ പുത്രന്മാരായിരുന്നു ദേവന്മാർ. അസുരന്മാർ ദിതിയുടെ പുത്രന്മാരുമായിരുന്നു. ഭൂമിയും പാതാളവും മഹാബലിയുടെ അധികാരത്തിൻ കീഴിലായി. സ്വർഗം മഹാബലി കീഴടക്കുമോ എന്ന ഭയം ദേവന്മാർക്കുണ്ടായി. ഭൂമിയുടെ ആകുലതകൾ പരിഹരിക്കാമെന്ന് വിഷ്ണു ഉറപ്പു നൽകി. അക്കാലത്താണ് കശ്യപനും ഭാര്യ അദിതിയും ഘോരമായ തപസ്സിലേർപ്പെട്ടത്. അങ്ങ് ജന്മമെടുത്ത ശേഷം തയ്യാറാക്കുന്ന ധർമ്മത്തിന്റെ വെളിച്ചം ഭൂമിയിൽ വീണ്ടും പ്രകാശിക്കും. സംവത്സരങ്ങളോളം അത് തുടർന്നു. തപസ്സിന്റെ കാഠിന്യവും ഭക്തിയും വിഷ്ണുവിനെ അവരുടെ മുന്നിൽ പ്രത്യക്ഷനാക്കി. അതിഥി കശ്യപ ദമ്പതികളുടെ പ്രാർത്ഥന നിറവേറ്റാമെന്ന് വിഷ്ണു അവരെ അനുഗ്രഹിച്ചുകൊണ്ട് ഉറപ്പു നൽകി. അങ്ങനെ 5ാമത്തെ അവതാരപ്പിറവിക്ക് കാലം സാക്ഷിയായി. അതിഥി ഒരാൺകുഞ്ഞിനെ ജന്മം നൽകി. തപസ്സിന്റെ പുണ്യം സാക്ഷാത്കരിച്ചതിൽ അവർ ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. 3 യുഗങ്ങളിൽ അതിഥി കശ്യപ ദമ്പതികൾ ഭഗവാൻ വിഷ്ണുവിന് മാതാപിതാക്കളായി. ത്രേതായുഗത്തിൽ കൗസല്യയും ദശരഥനും, ദ്വാപരയുഗം അവരെ ദേവതിയും വസുദേവരുമാക്കി പുനഃസൃഷ്ടിച്ചു. ഇതുവരെ സ്വീകരിച്ച അവതാരങ്ങളുടെ ലക്ഷ്യം ഒന്നു തന്നെയായിരുന്നു: അധർമ്മത്തെ ഉന്മൂലനം ചെയ്ത് ധർമ്മത്തെ സംരക്ഷിച്ച് ഭൂമിയുടെ ഭാരം ലഘൂകരിക്കുക. കശ്യപന്റെയും അതിഥിയുടെയും സംരക്ഷണത്തിൽ വാമനൻ വളർന്നു. മുണ്ടനം ചെയ്ത ശിരസ്, കഴുത്തിൽ രുദ്രാക്ഷം, കാഷായ വസ്ത്രം, ഉയരക്കുറവ്, ഇതായിരുന്നു വാമനന്റെ രൂപം എന്ന് വിശ്വസിക്കപ്പെടുന്നു. അസുരന്മാരുടെ ഗുരു ശുക്രാചാര്യരാണ് എന്ന് പ്രത്യേകം പരാമർശിക്കേണ്ടതില്ല. അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിൽ വിശ്വജിത്ത് എന്ന പേരുള്ള ഒരു യാഗം നടത്തുവാൻ മഹാബലി തീരുമാനിച്ചു. യാഗം ആരംഭിച്ചിരിക്കുന്നു. ആ യാഗശാലയിലേക്ക് 6-7 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടി കടന്നു വന്നു. അവൻ ഭക്ത്യാദരവുകളോടെ മഹാബലിയെ വണങ്ങി.
ഉടനെ മഹാബലി കുട്ടിയോട് ചോദിച്ചു. കുട്ടി തന്റെ ആവശ്യം അറിയിച്ചു. ഇത് വളരെ നിസ്സാരമാണ് എന്നാണ് മഹാബലി കരുതിയത്. അദ്ദേഹം ബാലന്റെ ആവശ്യം അംഗീകരിച്ചു. ശുക്രാചാര്യർ കുട്ടിയെ സർവാംഗം ശ്രദ്ധിച്ചു നോക്കി. ഗുരുവിന് വന്നിരിക്കുന്ന ആൾ യഥാർത്ഥത്തിൽ ആരെന്ന് മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. അപ്പോഴേക്കും മഹാബലി കുട്ടിയുടെ ആവശ്യം അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു. മഹാബലിയോട് സത്യം പറഞ്ഞ് ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറാൻ ശുക്രാചാര്യർ ആവശ്യപ്പെട്ടുവെങ്കിലും ഫലമുണ്ടായില്ല. കാലം എല്ലാം മുൻകൂട്ടി നിശ്ചയിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വാമനൻ തന്റെ വിശ്വരൂപം പ്രകടമാക്കി തന്റെ കാൽപാദം ഉയർത്തി ആകാശവും ഭൂമിയും അളന്നു. യാഗശാല പെട്ടെന്ന് സ്തംഭിച്ചു. രണ്ടാമത്തെ അടികൊണ്ട് പാതാളവും അളന്നു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ അടി വയ്ക്കുവാൻ സ്ഥലമില്ലാതെയായി. വാക്കുപാലിക്കുവാൻ മഹാബലി തന്റെ ശിരസ് കുനിച്ചു. അഞ്ചാമത്തെ അവതാരമായ വാമനൻ മഹാബലിയുടെ ശിരസിൽ മൂന്നാമത്തെ അടി വച്ചു. മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. അവസാന നിമിഷത്തിൽ മഹാബലി ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. ഒരു വരം മാത്രം തരണമേ. ആണ്ടിലൊരിക്കൽ എന്റെ ജനങ്ങളെ കാണാൻ എനിക്ക് അവകാശം തരിക. ഇന്നും ആ അസുര ചക്രവർത്തിയുടെ ഓർമ്മ പുതുക്കലായാണ് ഓണം ആഘോഷിക്കുന്നത്. നിറവാർന്ന ഐശ്വര്യത്തിന്റെ പ്രതീകമായി നെൽവയലുകൾ വിളഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കാർഷികോത്സവമായും ഓണത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ഓണമാണ് അതിന്റെ സാക്ഷ്യം. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും ദുഷ്ടരെ കൺകൊണ്ടു കാണാനില്ല നല്ലവരല്ലാതെ ഇല്ല പാരിൽ കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം. ഓണശംസകൾ. ഓണശംസകൾ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.